നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫില്ലോ കവറൊക്കെ നമ്മൾ തയ്ക്കുമല്ലോ. ഫില്ലോ കവർ തയ്ക്കുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഈ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ അതായത് ഫില്ലോ കവർ ഇവിടെ ഇങ്ങനെ ഇളകി കിടക്കും. ഇതിൻ്റെ അകത്തൂടാണ് നമ്മൾ തലയണ ഇടുന്നത്. അതെങ്ങനെ ഇത്ര എളുപ്പത്തിനായിട്ട് ഇതിൻ്റെ കോണ് വശങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തയ്ച്ച് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫില്ലോ ഇടാനുള്ള ആ ഒരു ഫില്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫില്ലോയുടെ അളവെടുക്കണം. ചില ഈ ഫില്ലോയുടെ അളവ് എത്രയാണോ നമ്മൾ റെഡിമെയ്ഡ് അല്ലാതെ തന്നെ ഇതൊരു ഫില്ലോ ആണെന്ന് സങ്കല്പിക്കുക. ഈ ബുക്ക് ഒരു ഫില്ലോ ആണെന്ന് സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫില്ലോയുടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കണം. ടേപ്പ് കൊണ്ട് ഇങ്ങനെ അളവെടുക്കണം. എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം ഇങ്ങനെ അളവെടുക്കുമ്പോൾ. അപ്പോൾ ഈ സെൻറ്ററിൽ തന്നെ നമുക്ക് ഈ ഫില്ലോയുടെ അളവ് നിൽക്കണം. അപ്പോൾ നമ്മുടെ തലയണയുടെ അളവാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇങ്ങനെ ഈ ഡയറി തലയണയായിട്ട് സങ്കല്പിക്കുവാണ്. നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കും. ഇങ്ങനെ അളവെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്ര ഇഞ്ച് വന്നു. ഇങ്ങനെ മുട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ 12.5 അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഫില്ലോയ്ക്ക് എത്ര ഇഞ്ച് വന്നു നോക്കണം. 12.5 അത് മനസ്സിൽ വെച്ചോണം. പിന്നെ ഈ ഫില്ലോയുടെ ഇങ്ങനെ അളവെടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ നിന്ന് അളവെടുക്കുമ്പോഴേ ഉള്ളൂ നമുക്കിതിൻ്റെ കനം ചേർത്തുള്ള അളവ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ടേപ്പ് ഫില്ലോയുടെ അടിയിലോട്ട് കൊടുത്തിട്ട് ഇതും ഈ സെൻറ്ററിൽ തന്നെ നമ്മൾ അളവെടുക്കണം. എത്ര ഇഞ്ച് വന്നു ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ എത്ര വന്നു 18.5. അപ്പം നിങ്ങളുടെ ഫില്ലോ എത്രയാണോ ആ ഫില്ലോയുടെ അളവ് നമ്മൾ ഇങ്ങനെ ക്ലിയർ ചെയ്യണം. അത് എത്ര വന്നാലും ഈ പീസാണ് നമ്മൾ ഈ ഫില്ലോയുടെ അളവിൽ വെട്ടുന്നത്. ഈ പീസ് ഇതിങ്ങനൊരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. കാരണം നീളം എത്രയുണ്ടെന്ന് നോക്കുന്നു ഫില്ലോയുടെ. നമ്മളിങ്ങനെ റൗണ്ടിൽ വെച്ചതിൻ്റെ കൂടെ ചുറ്റോട് ചുറ്റും 1/2 ഇഞ്ചും കൂടെ ചേർത്തുള്ള അളവാണ് ഇതിനെടുക്കേണ്ടത്. ഇപ്പോൾ ഫില്ലോ നമ്മളിങ്ങനെ നീളത്തിൽ എടുക്കുവാണെങ്കിൽ 20 ഇഞ്ച് ഉണ്ടെന്നൊരു ഉദാഹരണം. അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? 20.5 എടുക്കണം. ഈ 2 സ്ഥലം ഇല്ല 21 എടുക്കണം. 1/2 ഇഞ്ച് വെച്ച് തുമ്പ് പോകും 21. പിന്നെ ഇതിൻ്റെ വീതി എത്രയുണ്ടെന്ന് നോക്കണം. മൊത്തം എടുത്തിട്ട് വീതി നോക്കിയിട്ട് ആ വീതിയുടെ കൂടെയും നമ്മൾ 2 സൈഡിലും 1/2 ഇഞ്ച് വെച്ച് കൂട്ടിക്കൊടുത്ത് ഒരു സെൻറ്റർ പീസ് വെട്ടണം. അപ്പോൾ ഈ പീസാണ് നമ്മുടെ ഫില്ലോയുടെ യഥാർത്ഥ അളവ്. അത് പ്രത്യേകം ഓർക്കുക. ഇനി ഇതിൻ്റെ മൂല വെച്ച് എങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നതെന്നുള്ളത് ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും കൂടെ കൂടുതലിടണം. അതുകൂടാതെ നമ്മൾ ചുറ്റോട് ചുറ്റും ഇതുകൊണ്ട് ഈ ഒരു പീസ് ചുറ്റോട് ചുറ്റും നമ്മൾ 2 ഇഞ്ച് വെച്ച് ഈ പീസ് ഇട്ടിട്ട് ചുറ്റോട് ചുറ്റും 2 ഇഞ്ച് വെച്ച് നമുക്ക് കൂടുതൽ കിട്ടുന്ന പോലെ തന്നെ വേണം നമ്മൾ ഇത് വെട്ടാൻ. അതായത് ഈ പീസ് എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ ഇത് മടക്കി അടിക്കാനുള്ള പീസ് അടിക്കുന്നത്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഈ പീസ് എടുത്തിട്ട് ഈ പീസ് ഇങ്ങനെ കോണോട് കോൺ മടക്കണം. മടക്കിയിട്ട് നമ്മൾ എത്രയാണോ ഇടുന്നത് ആ ഈ പീസിൻ്റെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് മാർക്ക് ചെയ്യണം. എത്ര ഇഞ്ചാണോ നമ്മൾ തള്ളിയിടുന്നത് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ തയ്ക്കണം. ഈ കോണം നമ്മൾ എത്ര ഇഞ്ച് തള്ളിയിട്ടോ 2.25 എത്ര തള്ള അത് ഇങ്ങനെ തന്നെ തയ്ക്കണം. ഇങ്ങനെ കെട്ടിട്ട് തയ്ക്കണം. ഓക്കെ, ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ മറിക്കണം. ഇതുണ്ട് ഇങ്ങനെ മറിക്കുമ്പോൾ ചുറ്റോട് ചുറ്റും നമുക്ക് നല്ലതുപോലെ കോൺ ഇതായി വരും. ഈ സൈഡ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് എത്ര ഇഞ്ചാണ് ഇപ്പം ഞാൻ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇങ്ങോട്ട് മാർക്ക് 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതാണ് ഇതിങ്ങനെ അടിക്കണം. ഇത് നമ്മളിങ്ങനെ മറിച്ചെടുക്കണം. പോയിൻ്റ് കറക്റ്റ്
കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഈ സൈഡ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ 4 സൈഡും നമ്മൾ എത്ര ഇഞ്ചാണോ നമ്മൾ വെട്ടിയിരിക്കുന്നത് അത്രത്തോളം മാർക്ക് ചെയ്ത് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതും ഇങ്ങനെ ഒരു സൈഡിലൂടെ മുറിച്ചിട്ട് ഇങ്ങനെ. ഇനി ഈ ഒരു സൈഡ് ഈ കോണോട് കോൺ സൈഡ് 1.5 ഇഞ്ചാണ് ഞാൻ ഇതിന് തള്ളിയിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. 1.5 ഇഞ്ച് തള്ളി പോലെ ഇങ്ങനെ വെച്ച് അടിക്കുന്നു. ഈ 4 സൈഡും നമ്മൾ ഇങ്ങനെ ഒരുപോലെ എടുക്കുന്നു. 4 സൈഡ് ഒരുപോലെ. എന്നിട്ട് ഈ പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കുന്നു. ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ തയ്ച്ച് തുടങ്ങണം. അപ്പോൾ ഈ സെൻറ്റർ നോക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാൻ. മൂല കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പില്ലോ കവർ നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ എംബ്രോയ്ഡറി മെഷീനിൽ ഇതിൻ്റെ എത്രത്തോളം സ്ക്വയർ എത്രത്തോളം ക്ലിയർ ആണെന്ന് കരുതിക്കോണം. ഞാനിപ്പോൾ ഇത് സാമ്പിൾ അടിച്ചുകൊണ്ടാണ്. എത്രത്തോളം ഇതിൻ്റെ സ്ക്വയർ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു നിങ്ങൾ നോക്കണം. കണ്ടോ എത്രത്തോളം സ്ക്വയർ. ഇനി ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ സ്കാലപ്പ് വർക്ക് കൊടുക്കുകയാണ് എംബ്രോയ്ഡറി മെഷീനിൽ. എത്രത്തോളം അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കിഷ്ടമുള്ള ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്കിത് പില്ലോ കവർ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് പില്ലോ കവർ തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ കടകളിൽ നിന്നൊക്കെ സെഞ്ചുറിയുടെയൊക്കെ തുണി മേടിച്ചെടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ പില്ലോ കവർ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി എംബ്രോയ്ഡറി മെഷീൻ നിൽക്കുക. ഇതുപോലെ ഒരു ഓപ്പൺ ചെയ്യുക. ഈ ഓപ്പണിലൂടെ നമ്മൾ തലയണ ഇങ്ങനെ കയറ്റിയിട്ടാൽ മതി. കണ്ടോ? നമ്മൾ ഈ ഡയറിയുടെ അളവിനല്ല തയ്ച്ചത് എങ്കിൽ തന്നെയും നമുക്കങ്ങനെ കയറ്റിയിടാൻ പറ്റും. ഇതിപ്പോൾ ഇല്ല, ഞാനൊരു മൊബൈലിൻ്റെ കവർ ഇട്ട് കാണിക്കും. ഇങ്ങനെ തന്നെ നമ്മൾ മൊബൈലിൻ്റെ കവർ ഇതുപോലെ തന്നെ നമുക്ക് പില്ലോ ഇങ്ങനെ കയറ്റിയിടാൻ പറ്റും. ഇതുപോലെ ഇപ്പോൾ ഇത്രയും ഇതായിട്ട് തയ്ക്കുക. നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്ച്ച് പില്ലോ കവർ എടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.